കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ അധികൃതർ. ചാക്കുകെട്ടുകളിൽ നിന്ന് പൊട്ടി തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. പ്ലാസ്റ്റിക് തരികൾ മൂലം കോവളം ബീച്ചിൽ സഞ്ചാരികൾക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. മണലിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വരുന്ന സഞ്ചാരികളെ ഇപ്പൊ നമ്മൾ ഇറക്കുന്നില്ല. ഇപ്പൊ കടൽക്ഷോഭമായതുകൊണ്ട് ഇപ്പൊ ഇറക്കുന്നില്ല. സഞ്ചാരികൾ ഇറക്കണ സമയമായിരുന്നെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയെങ്കിൽ നീക്കം ചെയ്യാതെ കിടക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇത് ഒരിക്കലും ഇത് താഴ്ന്നു പോകില്ല. ഇത് വെള്ളത്തിന്റെ മീതയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണോണ്ട് എപ്പോഴും തിര വരുമ്പോൾ അടിച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. ബുദ്ധിമുട്ട് തന്നെ. ഇത് മാറിയാലേ ബീച്ച് കാണാനുള്ള ഒരു ഭംഗി വരുള്ളൂ. ഇപ്പൊ എല്ലാവിടെയും ഇതാണ് കിടക്കുന്നത്. ഒരുപാട് കിടക്കുന്നുണ്ട്. വേളി മുതൽ ഇപ്പൊ ഈ തീരങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇത് ഒരുപാട് കിടക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത്? രാഖി, തീരത്ത് കപ്പലിൽ നിന്നും അടിഞ്ഞ മാലിന്യങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ തീരത്ത് മുഴുവനും പൂർണ്ണമായും കോവളം തീരത്തോട് ചേർന്ന് കിടക്കുന്ന ബീച്ചിൻ്റെ പരിസരം മുഴുവനും ഇത്തരത്തിൽ മൂടിക്കിടക്കുന്നത്. പ്ലാസ്റ്റിക് തരികളാൽ മണൽ മൂടപ്പെടുന്നൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഈ തിരയടിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ പ്ലാസ്റ്റിക് തരികൾ തീരത്തേക്ക് അടിഞ്ഞുകൂടുന്നൊരു സാഹചര്യവും നിലവിലുണ്ട്. ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്ലാസ്റ്റിക്കുകളുടെ തരികൾ ഇത് കണ്ടെയ്നറുകളിൽ നിന്നും കൊച്ചിയിലെ കപ്പൽ അപകടത്തിലെ കണ്ടെയ്നറുകളിൽ നിന്നും പതിച്ച ആ ചാക്കുകെട്ടുകളിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് തരികളാണ് ഇപ്പോൾ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. തീരത്ത് അടിഞ്ഞുകൂടിയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിൽ പോലും അത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ളൊരു കാര്യമായ പ്രവർത്തനം നടത്തുന്നില്ല എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇവിടേക്ക് പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തീരം മുഴുവനും പൂർണ്ണമായും സമാനമായ രീതിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ കൊണ്ട് മൂടപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് വേസ്റ്റുകളും ഈ പ്രദേശത്ത്, അതായത് കോവളം തീരത്തിൻ്റെ ഈ പ്രദേശം ഒന്നാകെ മൂടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം തന്നെ ലോകത്തെ പ്ലാസ്റ്റിക്കിൽ നിന്നും മുക്തമാക്കുക എന്നതാണ്. അങ്ങനെ ഒരു സന്ദേശം ഉള്ള പരിസ്ഥിതി ദിനത്തിൽ പോലും ഇവിടേക്ക് എത്തി ആരും ഈ കൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനൊരു നടപടിക്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് ഒരു വലിയ ആക്ഷേപമായി ഉയരുന്നത്. പൂർണ്ണമായും തീരത്തിൻ്റെ ഒരു പ്രദേശം മുഴുവനും ഒന്നാകെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ആൾക്കാർക്ക്, സഞ്ചാരികൾക്ക് മാത്രമല്ല പ്രദേശവാസികൾക്കടക്കം ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്നൊരു വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക്കുകൾ കൂടിക്കിടക്കുന്നത്. മറ്റൊന്ന്, ഓളപ്പരപ്പുകളിൽ നമുക്ക് ദൃശ്യങ്ങൾ അത്രത്തോളം സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. എങ്കിൽ പോലും ഈ തിരയടിക്കുമ്പോൾ അതിൻ്റെ ഓളപ്പരപ്പുകളിലടക്കം ഇത്തരത്തിൽ മാലിന്യങ്ങൾ, അതായത് ഈ പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ ഓളത്തിനൊപ്പം അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വീണ്ടും തീരത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തിരയടിക്കുമ്പോഴും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ഈ പ്ലാസ്റ്റിക് തരികൾ തീരത്തേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഭാഗം ഒന്നാകെ കൂടിക്കിടക്കുന്നു. വലിയ രീതിയിൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. സഞ്ചാരികൾക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയും ഉണ്ടാക്കും. നിലവിൽ കടൽക്ഷോഭം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സഞ്ചാരികൾ ഈ തീരത്തേക്ക് ഇറങ്ങാത്തത്. അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വിശ്രമിക്കുവാനോ അല്ലെങ്കിൽ ഈ തീരത്ത് നിൽക്കുവാനോ സാധിക്കാത്തൊരു സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും. മണൽത്തരികൾ ഒന്നാകെ ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് മൂടപ്പെടുന്നൊരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ഓരോ തിരയടിക്കും തോറും കൂടുതൽ പ്ലാസ്റ്റിക് തരികൾ തീരത്തേക്ക് അടിഞ്ഞുകൂടുന്നു. ഇത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള കാര്യമായ യാതൊരു പ്രവർത്തനങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതും ഒരു വിമർശനമായി തന്നെ ഉയരുന്നു. അടിയന്തരമായിട്ട് അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ഒന്നാകെ പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ അവർക്കും ഭീഷണി സൃഷ്ടിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് പ്ലാസ്റ്റിക് തരികൾ ആണ്. ആ പ്ലാസ്റ്റിക് തരികളാണ്, കണ്ടെയ്നറിൽ നിന്നും പൊട്ടി വീണ പ്ലാസ്റ്റിക് തരികളാണ് ഇങ്ങനെ ഈ പ്രദേശം ഒന്നാകെ ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കോവളം പ്രദേശത്തിൻ്റെ ഒരു കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ഒന്നാകെ ഇത്തരത്തിൽ ഒരു പ്രദേശം. കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ അധികൃതർ. ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മുടെ കോവളം ബീച്ചിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പ്രശാന്താണ്.